കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരളം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കബോട്ടാജ് നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്ന്. ഇന്ന് വൈകുന്നേരം കൂടിയ ക്യാബിനറ്റ് കേരളത്തിന് വേണ്ടി മാത്രം, വല്ലാർ പാടത്തിന് വേണ്ടി മാത്രം അത് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു. എമർജിംഗ് കേരളയെക്കുറിച്ച് ഇവിടെ പ്രസന്റേഷൻ കഴിഞ്ഞു. ശ്രീ ജോസഫും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചും, കാരണം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാം സുതാര്യമായിരിക്കും. പിന്നെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കത്തില്ല, ലീസായിരിക്കും. ലീസ് തന്നെ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിൽ. ഇതിനു മുമ്പൊക്കെ ഉള്ള ലീസ് എന്ന് പറയുമ്പോൾ 90-99 കൊല്ലം എന്നൊക്കെ ഉള്ളത് വരും. അതൊന്നും ഒരിക്കലും അത് കൺസിഡർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അതും ഏറ്റവും കുറഞ്ഞ ഒരു നിലയിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. 3, പരിസ്ഥിതി ആഘാത പഠനം കമ്പൽസറി ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പിന്നീട് മുമ്പോട്ട് നീങ്ങുന്നത്. 4-ാമത്തെ കാര്യം, നമ്മുടെ ചുമപ്പ് നാടയിൽ കുടുങ്ങി ഒരു പ്രോജക്റ്റും കാലതാമസം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഒരു കാര്യത്തിനും ബൈപ്പാസ് ചെയ്ത് പോകത്തില്ല, ഒരനുമതി ഇല്ലാതെ മുമ്പോട്ട് പോകത്തില്ല. എല്ലാം പരിശോധിക്കും, എല്ലാ വിധത്തിലുള്ള അനുമതിയും ആവശ്യമാണ്. ഒന്നും ബൈപ്പാസ് ചെയ്യത്തില്ല. പക്ഷെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് ബോർഡ് തന്നെ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു ഇൻവെസ്റ്റർ മീറ്റായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ സാധ്യതകൾ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കുക. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിന്റെ ഭാവിക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ഡിസ്കഷൻ പോയിന്റായിട്ട് മാറുക, ആശയങ്ങൾ കൈമാറുക, നമുക്ക് പ്രയോജനകരമായിട്ടുള്ള പരിപാടികളുമായി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. അതിന് മാധ്യമങ്ങളുടെ എല്ലാം സഹകരണം ഏറ്റവും ആവശ്യമാണ്. പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളെ പോലും അറിയിച്ചില്ല വരില്ല എന്ന് അറിയിക്കാത്ത സാഹചര്യത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് പോലും ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഒരിക്കൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അവരെ കൂടി പങ്കെടുപ്പിക്കണം, ചർച്ച നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ബഹിഷ്കരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ പെട്ടെന്ന്. ഞങ്ങൾ ഇൻഫോർമലായിട്ടൊക്കെ ചർച്ച നടത്തി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അവർ വരാതിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതികരണം പോലും വളരെ രീതിയിലായിരുന്നു. പ്രതിപക്ഷത്തിന്റെ സഹകരണം വീണ്ടും തേടും, പ്രതിപക്ഷം കൂടി വേണം, പ്രതിപക്ഷം കൂടെ കൂടിയാലേ ഇവിടെ പൂർത്തിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഇതായിരുന്നു. പക്ഷെ പങ്കെടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് പെട്ടെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന് കൂടിയ UDF യോഗത്തിൽ തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ സഹകരണം വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ പങ്കെടുക്കുമെങ്കിൽ വീണ്ടും യോഗം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ അത് ക്രമീകരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചില ഏരിയയിൽ ഒരു നിക്ഷേപം, ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ആ ഏരിയയിൽ നമ്മുടെ ഏറ്റവും വലിയ ചില നീഡ്സ് കൂടി അതിൽ പെടുത്തുക, മാൻഡേറ്ററി ആക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇതിന്റെ കൂടെ നടക്കണ്ടേ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോഴാണ് വലിയ തോതിൽ പൊള്ളലേറ്റ ആളുകളെ രക്ഷിക്കാൻ പുറത്ത് കഴിയുന്ന തോതിൽ നമുക്ക് സംവിധാനങ്ങളില്ല. അത് പലപ്പോഴും നമ്മുടെ ധർമാശുപത്രികളിലും അല്ലാത്ത ആശുപത്രികളിലും ഇത് ലാഭകരമല്ല. ഇത് വല്ലപ്പോഴും മാത്രം ഉണ്ടാവുന്ന അപകടങ്ങളാണ്. അങ്ങനത്തെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് ലാഭകരമല്ല. അതുകൊണ്ട് അത് ആരും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇതുപോലെയുള്ള ചില നീഡ്സ് ഐഡന്റിഫൈ ചെയ്ത് ആ ഏരിയയിൽ വരുന്നവർക്ക് അത് മാൻഡേറ്ററി ആക്കുക പോലുള്ള ചില സാമൂഹ്യ ബോധത്തോടു കൂടിയ നടപടികൾ കൂടി വേണ്ടേ? അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് പരിഗണിക്കുമോ? തീർച്ചയായിട്ടും നല്ല നിർദ്ദേശമാണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീമുകൾ ഇപ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് മാൻഡേറ്ററി ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. നിശ്ചയമായും അത് പരിഗണിക്കാവുന്നതും പരിഗണിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്നലെ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം, ഈ 5% പ്ലാന്റേഷൻ ഭൂമി മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചതിനകത്ത് അങ്ങനെയുള്ള 2 ഓബ്ലിഗേഷൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്.
മാൻഡേറ്ററി ആയിട്ട് തന്നെ ഇതിന്റെ കണ്ടീഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന്, അതിനോട് ചുറ്റുപാടുമുള്ള ട്രൈബൽ ഫാമിലീസിന്റെ അമ്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ട്, ആ പ്രദേശത്ത് ചുറ്റുപാടും ഉള്ള യങ്സ്റ്റേഴ്സിന് അവര് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അൺസ്കിൽഡ് നിർബന്ധമായിട്ടും എടുക്കണം, മറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന ഒരു തീരുമാനം കൂടി ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതൊരു നല്ല നിർദ്ദേശമാണ്. നിശ്ചയമായിട്ടും ഗവൺമെന്റ് അത് ഇതിന്റെ ഭാഗമാക്കുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കും. ഉള്ള പല പ്രപ്പോസലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതും നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം വെച്ച് നമ്മൾ വളരെ കൂടുതൽ താല്പര്യമെടുക്കുന്നത് അഗ്രികൾച്ചർ മേഖലയിലെ വാല്യൂ അഡീഷൻ, ഹൈടെക്, ജൈവ കൃഷി, ഡയറി ഫാമിംഗ്, അതുപോലെ കാർഷിക മേഖലയിലെ ഇതും ഈ വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടിയിട്ടുള്ള പല സ്കീമുകളും, ഈ വൈദ്യുതി ഉൽപാദന രംഗത്ത് സോളാർ, വിൻഡ് പവർ, അതുപോലെ ഈ മൂന്ന് ഇത് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 23 മേഖലകളിൽ നിന്ന് നമുക്ക് പ്രപ്പോസൽസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ നീഡ് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്ന് കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഞങ്ങള് ഏതാനും 3 മാസങ്ങൾക്ക് മുമ്പ് നാളികേര വികസന കോർപ്പറേഷന്റെ MD TK ജോസിനെ ക്യാബിനറ്റ് വിളിച്ചു വരുത്തി. ഞങ്ങൾ ഒരു ദിവസത്തെ ക്യാബിനറ്റ് മുഴുവൻ അതിനുവേണ്ടിയായിരുന്നു. അവരുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങള് സത്യം പറഞ്ഞാൽ നമ്മൾ നാണം കെട്ടു പോവുകയാണ്. കാരണം നാളികേരവുമായിട്ട് ബന്ധപ്പെട്ട് 100-ലധികം പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കിട്ടും പല പ്രോഡക്ട്സ്, പക്ഷെ അതൊക്കെ ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണ്, വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണ്. വളരെ അന്യ സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ കുറെ ഉണ്ട്. പക്ഷെ മേജർ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം നാളികേരം അത് ഇൻവെസ്റ്റ്മെന്റോ 2 കോടി 2.5 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഇത് സ്ഥാപിക്കാൻ സാധിക്കും. പക്ഷെ വളരെ നമുക്കൊരു വലിയ നാണക്കേടെന്നുള്ള രീതിയിലുള്ള ഇതാണ്. നമ്മളപ്പോൾ ഇതിനകത്ത് വളരെ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. നാളികേരത്തിന് മാത്രമല്ല, മൊത്തത്തിൽ വാല്യൂ അഡീഷൻ, കൃഷിയായിട്ട് ബന്ധപ്പെട്ടും ഹൈടെക് കൃഷി സമ്പ്രദായം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കൂടുതൽ പ്രചരിച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മളതിനകത്ത് വളരെ പിന്നില. ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം കേരളത്തിൽ ഹൈടെക് കൃഷി ഇടം എന്ന് പറയുന്ന ഒറ്റ സ്ഥലമാണ്. നമ്മുടെ ചിറ്റൂരെ കൃഷ്ണൻകുട്ടി XMLA അദ്ദേഹം നേതൃത്വം കൊടുത്ത് നടത്തുന്നത്. ഞാനവിടെ പോയി അത് കണ്ടു. വളരെ നല്ല സമ്പ്രദായം. 50% സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റാ, 25% സഹകരണ സ്ഥാപനത്തിൽ നിന്ന് കിട്ടും. ഇപ്പം ഗവൺമെന്റ് 50% കേന്ദ്ര ഗ്രാന്റിനോടൊപ്പം 25% സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ കൊടുക്കുക, 25% സഹകരണ ബാങ്കിൽ നിന്നും കിട്ടും. അത് തിരിച്ചടയ്ക്കണം. പക്ഷെ ഒരു 15 സെന്റ് സ്ഥലം കൊണ്ട് ഒരു വർഷം നമുക്ക് അതിൽ നിന്ന് 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. മാറിയിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പം പുതിയതായിട്ടുള്ള ഒരു അറിവാണ്. നമ്മൾ ഈ കാര്യത്തിൽ 4 കാര്യങ്ങൾ വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ക്യാബിനറ്റ് എടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇത് സുതാര്യമായിരിക്കും. ഇത് വെബ്സൈറ്റിൽ കൊടുക്കുന്നത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, ഈ പ്രോജക്റ്റിന്റെ ഓരോ സ്റ്റേജിലും ജനങ്ങൾക്ക് ഇതറിയാനുള്ള ഒരു അവകാശം, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. 2, ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള സമീപനമാണ്. 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കത്തില്ല. ലീസിന് കൊടുക്കുന്നത് പോലും സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ പീരീഡ് വെച്ചായിരിക്കും. 3, പരിസ്ഥിതി സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും വരാത്ത വിധത്തിലുള്ള ഒന്നായിരിക്കും. ഇനി അതല്ലെങ്കിൽ തന്നെ ഇന്നത്തെ നിയമത്തെ മറികടക്കാൻ സാധിക്കുമോ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ആതിരപ്പള്ളി കഴിഞ്ഞ ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, നടന്നില്ല. ഈ ഗവൺമെന്റിന്റെ നിലപാട് ആതിരപ്പള്ളി വേണമെന്ന വ്യക്തമായിട്ട് ഓപ്പണായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമത്തിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിലപാട് വേണം. പക്ഷെ നടന്നിട്ടില്ല.
ഇവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം അന്നും ഇന്നും ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല. കാരണം അത്ര ശക്തമാണ് ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ. അപ്പം ഗവൺമെന്റ് കൂടി അത് പാലിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇവിടെ അത് സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും നടക്കില്ല. നാലാമത്തത്, എല്ലാ അനുമതികളും ഇല്ലാതെ മുമ്പോട്ട് പോകത്തില്ല. എല്ലാ അനുമതികളും വാങ്ങിയിരിക്കും. നമ്മൾ വേഗത്തിലാക്കും, പക്ഷെ ഷോർട്ട് കട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ അധികം പരാതികൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇനിയിപ്പം ഒന്ന് വെബ്സൈറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എമർജിംഗ് കേരളയിൽ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. ഇത് ചില ആശയങ്ങളായിട്ടാണ്.